ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വോയിഡ് എഗ്രിമെൻ്റ് എന്ന ചാപ്റ്ററിലെ എക്സംഷൻ ടു വേജറിംഗ് എഗ്രിമെൻറ്റും ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് വേജറിംഗ് എഗ്രിമെൻറ്റ് എന്ന രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്, എന്താണ് വേജറിംഗ് എഗ്രിമെൻറ്റ്, അതിൻ്റെ എസെൻഷ്യൽസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സംഷൻ ടു ദ വേജറിംഗ് എഗ്രിമെൻറ്റ്, എക്സംഷൻ ഇൻ ദി വേജറിംഗ് എഗ്രിമെൻറ്റ്. എന്തൊക്കെ എക്സംഷൻസ് ആണ് ഒരു വേജറിംഗ് എഗ്രിമെൻറ്റിനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് എക്സംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു വേജറിംഗ് എഗ്രിമെൻ്റ് ആണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ചില എഗ്രിമെൻറ്റുകൾ എന്താണ് വേജറിംഗ് എഗ്രിമെൻ്റ് അല്ല. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, രണ്ടാമത്തത് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ്, മൂന്നാമത്തത് ഹോഴ്സ് റൈസിംഗ്, നാലാമത് ലോട്ടറീസ്, അഞ്ചാമത് പ്രൈസ് കോമ്പറ്റീഷൻ, ദെൻ ലാസ്റ്റ് വൺ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയെന്ന് നോക്കാം. എന്താണ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ, എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് എനി കമ്മോഡിറ്റി ഈസ് നോട്ട് എ വേജറിംഗ് എഗ്രിമെൻറ്റ് ബട്ട് എ വാലിഡ് കോൺട്രാക്റ്റ്. But transaction done with the sole intention of paying getting difference in price, the agreement is wagering and void. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഒരിക്കലും നമ്മൾ ഒരു വേജറിംഗ് എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ പരിഗണിക്കുന്നില്ല. അതായത് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്നത് വേജറിംഗ് എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരം കമ്മോഡിറ്റീസിൽ വരുന്ന പ്രൈസ്, ആ പ്രൈസിൽ വരുന്ന ചേഞ്ചസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എടുത്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് വേജറിംഗ് എഗ്രിമെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. ഇഫ് ദർ ഈസ് നോ ജെനുവിൻ intention between parties, they all need to gamble on share market, then the transaction would be wagering. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്നത് ഷെയർ മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഷെയർ മാർക്കറ്റിൽ നമ്മുടെ ഷെയർസ് എന്താണ് പർച്ചേസ് ചെയ്യാം. ബട്ട് എന്താണ് അവിടെ വേണ്ടത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത ഷെയർസ് മാത്രമേ അവിടെ എന്താണ് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരം ഷെയർസിൻ്റെ കേസിലാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ഹോഴ്സ് റൈസിംഗ് എന്ന് പറയുകയാണെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ഓതറൈസ് ദ ഹോഴ്സ് റൈസ് കോമ്പറ്റീഷൻ ഇഫ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ബൈ ലോക്കൽ ലോസ്. ഇൻ സച്ച് കേസസ് any subscription or contribution of the value of ₹500 or upward made towards any prize or sum of money which is to be awarded to the winner of any horse race shall not be void. എന്താണ് ഹോഴ്സ് റൈസിംഗ് എന്ന് പറയുന്നത്? ഹോഴ്സ് റൈസിംഗ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ലോക്കൽ ലോ പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതുപോലെ ഒരു ഹോഴ്സ് റൈസിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ഹോഴ്സ് റൈസിൻ്റെ മുകളിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപയോ അതിൽ കൂടുതലായിട്ടുള്ളൊരു എമൗണ്ട് ബെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ലോഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ലോട്ടറീസ് എന്ന് പറയുകയാണെങ്കിൽ, ഗെയിം ഓഫ് ചാൻസ് ഓൺലി സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് ലോട്ടറീസ് ടു ബി റൺ ഇൻ ദി കൺട്രി പണിഷബിൾ ഒഫൻസ് ഇഫ് നോട്ട് പെർമിറ്റഡ്. ലോട്ടറീസ് എന്ന് പറയുന്നത് ഒരു വേജറിംഗ് എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ബിക്കോസ് അത് കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ള ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ എന്താണ് സ്കില്ല് ഉപയോഗിച്ചാണ് ലോട്ടറി എടുക്കുന്നത്. സ്കില്ല് ഉപയോഗിച്ച് കൊണ്ടല്ല ഒരു ലോട്ടറി എടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ലോട്ടറി എടുക്കുന്നത് നമുക്ക് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കേസിൽ അവിടെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ചെയ്ത ലോട്ടറീസ് എന്താണ് നമുക്ക് എടുക്കാം. ബട്ട് അതെന്താണ് ഒരു വേജറിംഗ് എഗ്രിമെൻ്റ് ആവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സ്വന്തമായിട്ട് ലോട്ടറി ബിസിനസ് തുടങ്ങുക, ഇൻഡിവിജ്വലായി ലോട്ടറി ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് അവർക്ക് എന്താണ് 6 മാസം വരെ പണിഷബിൾ ഒഫൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഏതിൽ? IPC ആക്ട് പ്രകാരം 6 മാസം വരെ പണിഷബിൾ ഒഫൻസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? സ്വന്തമായിട്ട് ഒരു ലോട്ടറി ബിസിനസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ലോട്ടറി ബിസിനസ് നടത്തുന്ന ആളുകൾക്ക്.
Next point, price competition. Context will not be a wager as the success depend upon skill. If the price depend upon a chance, that is a lottery and therefore a wager. എന്താണ് പ്രൈസ് കോമ്പറ്റീഷൻ ഇൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്കില്ല് ഇൻ്റലിജൻസ് ഒക്കെ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസ് കോമ്പറ്റീഷൻ നമ്മളൊരു വേജറായിട്ട് പരിഗണിക്കില്ല. കാരണം അത് ആളുകളുടെ സ്കിൽ ബേസ് ചെയ്തിട്ടാണ് ഗെയിം ഓഫ് ചാൻസ് അല്ലെങ്കിൽ അവിടെ പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ക്രോസ് ബേർഡ് പ്രസിൽസ് അതൊക്കെ എന്താണ് ഈക്വൽ ചാൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഇൻ വിച്ച് ആൻ ഇൻഷുറർ ഇൻ കൺസിഡറേഷൻ ഓഫ് എ സർട്ടൈൻ സം ഓഫ് മണി അണ്ടർടേക്സ് ടു മേക്ക് ഗുഡ്സ് ദാറ്റ് ദ ലോസ് ഓഫ് ദ ഇൻഷുർഡ് അറൈസിങ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൈൻ സ്പെസിഫൈഡ് ഇവൻറ്റ്സ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വരുന്ന ലോസ് മറ്റൊരാളിൽ നിന്ന് നികത്തി കൊടുക്കുന്ന രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ആ നഷ്ടം എന്താണ് നികത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ കമ്പാരിസൺ ബിറ്റ്വീൻ ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് വേച്ചറിങ് എഗ്രിമെൻറ്റ്. അതിൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ ബൈ ലോ. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് വാലിഡ് ആയിരിക്കും, അതുപോലെ തന്നെ നിയമസാധ്യതയുള്ള ലോ ആയിരിക്കും. വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വോയിഡ് എഗ്രിമെൻ്റ് ആണ്, കാരണം ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത എഗ്രിമെൻ്റ് ആയിരിക്കും വേജറിങ് എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് പോയിന്റ്, അഷ്വേർഡ് ഹാസ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അഷ്വേർഡ്, അതായത് ആരെയാണോ ഇൻഷുറൻസ് മുഖാന്തരം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തി ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലൈഫ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ബട്ട് ഒരു വേച്ചറിങ് എഗ്രിമെൻ്റ് കേസിൽ എന്താണ് നോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് പോയിന്റ്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡെമിനിറ്റി, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം നികത്തുന്ന അല്ലെങ്കിൽ നഷ്ടം നികത്തി കൊടുക്കുന്ന എഗ്രിമെൻ്റ് ആണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ്. എന്ന് വെച്ചാൽ എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പറയുന്നത് ലൈഫ് ഇൻഷുറൻസിൽ എന്താ നഷ്ടം നികത്താൻ സാധിക്കില്ല. നെക്സ്റ്റ് പോയിന്റ്, വേജറിങ് എഗ്രിമെൻറ്റ് എമൗണ്ട് ഈസ് ഫിക്സഡ്, നോ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി. എന്താണ് വേജറിങ് എഗ്രിമെൻ്റ് കേസിൽ എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും, അവിടെ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബോത്ത് ദി പാർട്ടീസ് ഇൻട്രസ്റ്റഡ് ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റേഴ്സ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിലെ ഇൻഷുറർ ആണെങ്കിലും ഇൻഷുർഡ് ആണെങ്കിലും രണ്ടാൾക്കാർക്കും ആ സബ്ജക്റ്റ് മാറ്ററുമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ബട്ട് വേജറിങ് എഗ്രിമെൻ്റ് ആണ് ഓൺലി വൺ ഓഫ് ദ പാർട്ടീസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്സ് പ്രൊട്ടക്ഷൻ. എന്താണ് ഒരു പാർട്ടീസ് മാത്രമായിരിക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക സബ്ജക്റ്റ് മാറ്ററിൽ. നെക്സ്റ്റ്, സയൻറ്റിഫിക് ആൻഡ് ആക്ച്വറിയൽ കാൽക്കുലേഷൻ. എന്താണ് സയൻറ്റിഫിക് ആൻഡ് ആക്ച്വറിയൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ പറയുന്നത്? കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിൽ ഒരു സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ലൈഫ് ഇൻഷുറൻസ് പോളിസിയുമായിട്ട് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ അവരുടെ കയ്യിൽ എന്താണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻസ് എന്താണ് തുറന്നിട്ട് കൃത്യമായി നമ്മൾ പറയുന്ന സ്കീംസ് അതിൽ മെൻഷൻ ചെയ്യുകയും അതുപോലെ അതിൽ വരുന്ന ബോണസ്, നമുക്കുള്ള ബോണസ് അല്ലെങ്കിൽ മറ്റു പല സ്കീംസൊക്കെ എക്സാക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത്തരം ഒരു കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിൽ ഒരുപാട് സയൻറ്റിഫിക് ആൻഡ് ആക്ച്വറിയൽ കാൽക്കുലേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് വേജറിങ് എഗ്രിമെൻറ്റിൽ എന്താണ് നോ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിഫറൻസ്, ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് കേസിൽ ബെനിഫിഷ്യൽ ടു പബ്ലിക്കാണ്, അങ്ങനെ പബ്ലിക്കിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് വേജറിങ് എഗ്രിമെൻ്റ് കേസിലാണെങ്കിൽ എന്താ ഡു നോട്ട് സെർവ് എനി യൂസ്ഫുൾ പർപ്പസ്. ആ വേജറിങ് എഗ്രിമെൻറ്റ് ആരാണോ ബെറ്റ് എടുക്കുന്നത് ആ ബെറ്റ് കിട്ടുന്ന ആൾക്ക് അവർക്ക് മാത്രമേ ഉള്ളൂ എന്താണ് അവിടെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, എഗ്രിമെൻറ്റ് ടു ഡു
ഇമ്പോസിബിൾ ആക്ട് സെക്ഷൻ 36 ഇറ്റ്സെൽഫ് വോയിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എഗ്രിമെൻറ്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട് അതെന്താണ്, വോയിഡ് ആയിരിക്കും എന്നാണ്. സെക്ഷൻ 36 പ്രകാരം അതെന്താണ്, വോയിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, എം എഗ്രി വിത്ത് എൻ ടു ഡിസ്കവർ ട്രഷർ ബൈ മാജിക്. ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എം എഗ്രീസ് വിത്ത് എൻ ടു ഡിസ്കവർ ട്രഷർ ബൈ മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എം പറയാണ് എന്നിനോട് ഞാൻ നിനക്ക് ഒരു മാജിക്കിലൂടെ 100 പവൻ സ്വർണം തരാം, അല്ലെങ്കിൽ ഇത്ര എന്തെങ്കിലും ഒരു കാര്യം, ഇമ്പോസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഒരു മാജിക്കിലൂടെ നിനക്ക് തരാം എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, അവിടെ ഒരു ഇമ്പോസിബിൾ ആക്റ്റാണ് വരുന്നത്. കാരണം ഒരു മാജിക്കിലൂടെ 100 പവൻ അയാൾക്ക് കൊടുക്കാൻ സാധിക്കുമോ, ഇല്ല. എന്താണ്, അവിടെ എന്തൊരു ഇമ്പോസിബിൾ ആക്റ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഇറ്റ്സെൽഫ് വോയിഡ് ആണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 36 പ്രകാരം എഗ്രിമെൻറ്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട് ഈസ് വോയിഡ്. കാരണം എന്താണ്, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ആക്റ്റാണ് അവിടെ വരുന്നത്. പോസിബിൾ അല്ലാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ആക്റ്റാണ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസി ടു ഡു തിങ്സ് ലീഗൽ ആൻഡ് ഓൾസോ അതർ തിങ്സ് ഇല്ലീഗൽ. According to section 57, where there is a reciprocal promise, firstly to do certain things which are legal and secondly to do certain things which are illegal, and the legal part can be separated from the illegal part. The illegal part is a contract and the legal part is a void agreement. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 57 പ്രകാരം നമുക്കൊരു പ്രൊവിഷൻ അവൈലബിൾ ആണ്. അതായത് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിലുള്ള 2 പാർട്ടികൾ തമ്മിൽ ഒരു റെസിപ്രോക്കൽ മെയ്ഡ് ചെയ്തു എന്ന് വിചാരിക്കുക. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്, പരസ്പരം തമ്മിൽ 2 പാർട്ടികൾ പരസ്പരം തമ്മിൽ എന്താണ് ഒരു പ്രോമിസ് മെയ്ഡ് ചെയ്യുക എന്നാണ് റെസിപ്രോക്കൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെയ്ഡ് ചെയ്ത പ്രോമിസ് എന്താണ്, ചിലപ്പോൾ എ മെയ്ഡ് ചെയ്ത ഒരു ലീഗലായുള്ള പ്രോമിസ് ആയിരിക്കാം, അതുപോലെ തന്നെ ബി മെയ്ഡ് ചെയ്ത ഒരു ഇല്ലീഗലായിട്ടുള്ള പ്രോമിസ് ആയിരിക്കാം. ഇത് രണ്ടും എന്താണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ രണ്ട് പ്രോസസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇല്ലീഗലായിട്ടുള്ള ഒരു മെയ്ഡ് ചെയ്ത പ്രോമിസ് ആണെങ്കിൽ അതെന്താണ് വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ടും, ലീഗലായിട്ട് മെയ്ഡ് ചെയ്തൊരു കോൺട്രാക്റ്റ് അത് വാലിഡ് കോൺട്രാക്റ്റും, അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് ബി എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് മെയ്ഡ് ചെയ്തൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ഇല്ലീഗലായിട്ട് മെയ്ഡ് ചെയ്തൊരു പ്രോമിസ് അതെന്താണ്, വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസി ടു ഡു തിങ്സ് ലീഗൽ ആൻഡ് ഓൾസോ അതർ തിങ്സ് ഇല്ലീഗൽ എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആക്കാൻ പറ്റും. റെസിപ്രോക്കൽ പ്രോമിസി മെയ്ഡ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടികൾ പരസ്പരം മെയ്ഡ് ചെയ്യുന്ന, റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടികൾ പരസ്പരം മെയ്ഡ് ചെയ്യുന്ന ഒരു പ്രോമിസ്. ആ മെയ്ഡ് ചെയ്യുന്ന പ്രോമിസിലൂടെ എന്താണ് ഉള്ളത്, ഇപ്പോൾ ഒരു എ എന്നൊരു പാർട്ടി ലീഗലായിട്ടൊരു കോൺട്രാക്റ്റ്, ലീഗലായിട്ടുള്ളൊരു പ്രോമിസാണ് മെയ്ഡ് ചെയ്തതെങ്കിൽ അവിടെ എന്താണ് വാലിഡ് കോൺട്രാക്റ്റും, ബി എന്ന പാർട്ടി ഇല്ലീഗലായിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ് അവിടെ മെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലീഗലായിട്ടുള്ള പ്രോമിസാണ് മെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് വോയിഡ് എഗ്രിമെൻറ്റുമാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 57 പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞത് എന്താണ് എക്സംഷൻ ടു ദി വേച്ചറിംഗ് എഗ്രിമെൻറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് വേച്ചറിംഗ് എഗ്രിമെൻറ്റ്, ദെൻ എഗ്രിമെൻറ്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്, അതുപോലത്തെ റെസിപ്രോക്കൽ പ്രോമിസ്, ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇതോടെ നമുക്ക് ഈ ഒരു വോയിഡ് എഗ്രിമെൻറ്റ് എന്നൊരു ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റഡായി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതേണ്ടതാണ്. ആ ഡൗട്ട്സ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ അതിന് ഉള്ള എന്താണ് ഡൗട്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർസ് ആൻഡ് ലൈക്ക്. താങ്ക് യു.